ഹായ് ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വ്ളോഗ്. സോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ബാംഗ്ലൂർ എൻ്റെ ഇട്ടിട്ടുള്ളത്. ഒന്ന് അങ്ങോട്ട് പോണതും, രണ്ടാമത്തെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും. അപ്പോൾ രണ്ടാമത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് ഇൻട്രോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന്, പക്ഷേ ഡ്യൂറേഷൻ കൂടി പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട്. സോ ഇത് അതിൻ്റെ ഇൻട്രോ ആണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലാണ് ഇരിക്കുന്നത്. സോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഓൺ ദ വേ ഗോയിങ് ആണ്. അപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ അത് എടുത്തിട്ട് ഇടണം, ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വീഡിയോ എടുത്തിടണം. സോ വേറെ ഇൻഫർമേഷനൊക്കെ അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു വരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. വേറെ അവിടെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ ആകെ 2-3 ദിവസം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടില്ല. സോ എൻജോയ് ചെയ്യാൻ വീഡിയോ. എന്തെങ്കിലും റിവ്യൂ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഇതാണ് എയർപോർട്ടിലേക്കുള്ള വണ്ടി, നമ്മുടെ റൂമിലേക്കുള്ള വണ്ടിയാണ്. സോ ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോണ വഴി കണ്ടൊരു കാഴ്ചയാണ്. ഇതൊരു പ്രൈവറ്റ് എയർ സ്ട്രിപ്പാണ്. അത് ഏത് കമ്പനിയുടെ ആണോന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു ഹെലികോപ്റ്റർ എടുക്കണ കാണാം നിങ്ങൾക്ക്. കൂടാതെ അപ്പുറത്തൊരു റൺവേയും കാണാം, അത്യാവശ്യം ചെറുത്. അങ്ങനെ എൻ്റെ റൂമിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തായാലും ഒരു 600 മീറ്റർ എന്തോ നടക്കാനുണ്ട്. സോ വി ആർ വാക്കിംഗ്. ഞങ്ങളിത് ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ചിട്ട് ബാഗൊക്കെ വെച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ഇതാണ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി. ഹൈവേൻ്റെ സൈഡിലായിട്ടാണ് ഹോസ്റ്റലുള്ളത്. സോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ അകത്താണ് നമ്മുടെ ഹോസ്റ്റലുള്ളത്. ഹോസ്റ്റലിൻ്റെ പേര് ഫ്രണ്ട്സ് എന്നാണ്. ഇവിടെ ഇതല്ലാണ്ട് വേറെ കുറേ ഹോസ്റ്റൽസും സൈഡ് ബൈ സൈഡ് ഉണ്ട്. സോ ഗൈസ്, ആസ് യു ക്യാൻ സീ, ഇതൊരു പ്ലെയിൻ ആണ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ലാൻഡ് അറ്റ് ദാറ്റ് ഏരിയ. ഇവിടെയാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ റൺവേ വരുന്നത്. സോ ദ പ്ലെയിൻ ഈസ് ഗോയിങ് ടു ബി ലാൻഡിങ് ദർ. ആൻഡ് ഞങ്ങൾ ഇരിക്കുന്ന ലൊക്കാലിറ്റി ഒക്കെ എത്ര ലൈവാണെന്നുള്ളത്. ലൈക്ക് ഇവിടെയും ഒരു എയർപോർട്ടുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത്. അവിടെ ഒരു ആർമിയുടെ ഒരു ബേസും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഏരിയ വി ആർ സ്റ്റേയിങ്. ലാൻഡിങ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ, അത്യാവശ്യം കോട ഉള്ളതുകൊണ്ട്. സോ ദാറ്റ്സ് ദ പ്ലെയിൻ and this is the runway. സോ നിങ്ങൾ കാണുന്ന ഈ കാഴ്ച എയർപോർട്ടിലേക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്യണതാണ്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് എനിക്ക് അത്ര അധികം രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഞാൻ എൻഹാൻസ് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ. ഹലോ ഗൈസ്, എൻ്റെ ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ അതേ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ജോബ് എനിക്ക് കിട്ടി. സോ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആൻഡ് ഇവിടെ വഴി കണ്ടുപിടിക്കലാണ് ഏറ്റവും പണി. സോ ഞാനിപ്പോൾ പ്രൈവറ്റ് ലോങ് ഡിസ്റ്റൻസ് പ്രൈവറ്റ് ബസ് വരുന്നൊരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് ചെമ്പകൗട ബസ് സ്റ്റേഷനാണ്, ലൈക്ക് മജസ്റ്റിക് എന്ന് പറയും. ഞാനിവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടെ പിന്നെ ട്രാഫിക് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കൂടാതെ ഇവിടെ നിന്ന് ലൈക്ക് ഇച്ചിരി ടാസ്ക്കാണ് വഴികളൊക്കെ കണ്ടുപിടിക്കുക. ഈവൻ ഗൂഗിൾ മാപ്പ് പോലും തെറ്റായ വഴിയാണ് എനിക്ക് കാണിച്ചു തന്നത്. അവസാനം ഞാൻ ഒരു ഊഹത്തിൽ നടന്നാണ് പോകുന്നത്. അറിയില്ല എവിടെ എത്തുന്നുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് വണ്ടികളാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ റൂട്ട് തന്നെ ആവാനാണ് ചാൻസ്. പിന്നെ അധികം ആൾക്കാരില്ല ഈ ഭാഗത്ത്. സോ എനിക്ക് ചോദിക്കാനോ പറയാനോ പറ്റത്തില്ല. അടുത്ത സീൻ
എന്തായാലും ഞാനിനി ബസ്സിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയതല്ല. ഞാനിതൊരു ഒറ്റ വ്ളോഗായിരിക്കും ആയിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ഞാൻ അധികം നേരം ഷൂട്ട് ചെയ്തില്ല. ഇവിടുന്ന് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് വരുന്നത് ഒരു ഫീൽ തന്നെയാണ്, ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. കാരണം ഓരോരുത്തർ ചോദിച്ചു ഇവിടെ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. ലൈക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഭാഷ പ്രശ്നം. കന്നഡയാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ സംസാരിക്കുക, ലൈക്ക് ലോക്കൽ ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്താ പറയുന്നത്. പക്ഷെ നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പറയാൻ പറ്റില്ല. അതാണ് മെയിൻ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ അടിയിൽ കൂടെ പോകണമെന്ന് തോന്നുന്നു. ഓവർബ്രിഡ്ജ് വരണമുണ്ടോ അതല്ലായിരിക്കും. സോ അങ്ങനെ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് അടുത്ത പ്രശ്നം. അവരെ ആൾക്കാർ അത്ര വെൽക്കമിങ് ഒന്നുമല്ല, ഭയങ്കര ഇച്ചിരി പ്രശ്നക്കാരാണെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഓട്ടോക്കാർ അവർ നല്ല രീതിയിൽ കാശ് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മലയാളികൾ ഇവിടെ അത്യാവശ്യം ഉണ്ട്, അത്യാവശ്യമായിട്ട് കൂടുതലുണ്ട്. ഒരു ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അവരെ എങ്ങനെയാണ്. ഞാൻ നടന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ. ബാക്കി നോക്കാം. എൻ്റെ വണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, അപ്പോൾ അത് നോക്കണം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ബസ്സിലെത്തി. ഇത് നമ്മുടെ റോയൽ റിച്ച് ഇന്ത്യയുടെ ബാംഗ്ലൂരു ടു കൊച്ചി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. എൻ്റെ ഇതെല്ലാം നൈറ്റും ഏകദേശം ഒരു 9:30 ഉണ്ട്. അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. സോ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കംഫി സീറ്റ്സാണ്. പില്ലോസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൂടാതെ ലൈക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ. പക്ഷേ പ്രൈവസി ഇല്ല ഇവിടെ. ഞാൻ ഒറ്റൊരാളാണല്ലോ യാത്ര ചെയ്യുന്നത്. എനിക്ക് അപ്പുറത്തെടുക്കാനൊന്നുമല്ല, പക്ഷേ കംപ്ലീറ്റ്ലി സീറ്റ് ബുക്ക്ഡ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ആണെങ്കിൽ പ്രൈവസിയുടെ ഇഷ്യൂ ഇല്ല. ഒരുമിച്ച് 2 പേര് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്ട്രേഞ്ചേഴ്സ് തമ്മിലാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാവും. അതുകൊണ്ട് വണ്ടി അടിപൊളിയാണ്, കിടലാണ്. പിന്നെ ഇവിടെ കാരേജ് വയ്ക്കാനുള്ള, ലൈക്ക് നമ്മുടെ ബാഗ് വയ്ക്കാനുള്ള ഒരു വലിയ ഇതുണ്ട്. മറ്റേ വേറെ വണ്ടിയിലൊന്നും അങ്ങനെ ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. ഇത് അത്യാവശ്യം വലുതാണ്. കൂടാതെ എനിക്ക് അത്യാവശ്യം സ്പേസും ഉണ്ട്. ഞാൻ അത്യാവശ്യം അല്ലെങ്കിൽ എനിക്ക് 174 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. സോ എനിക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കിടന്നുറങ്ങാം. പിന്നെ വിൻഡോസൊക്കെ ക്ലീൻ ആണ്, നല്ല രീതിയിൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി പ്രോസസ്സൊക്കെ. പിന്നെ അവർ ബ്ലാങ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഞാനിനി കിടന്നുറങ്ങാൻ പോവാണ്. കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല. ഇനി റെസ്റ്റ് എടുക്കണം. ഫുൾ ഓട്ടോ ആയിരുന്നു. ഇപ്പോഴാണോ ഒന്ന് വന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യുന്നത്. വണ്ടി രാവിലെ വെളുപ്പിനെ ഒരു 8 o'clock അല്ലെങ്കിൽ 7 o'clock ഒക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എണീക്കണം എനിക്ക്. അത്യാവശ്യം കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് എനിക്ക് കൂടുതലധികം പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. പിന്നെ AC വണ്ടി കൂടി ആയതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചിപ്പോൾ അതേ കിടക്കാൻ പോവാം. സോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരിക്കും. ഓക്കെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ തൃശ്ശൂരെത്തി. കുറച്ച് നേരം മുമ്പാണ് എൻ്റെ ലൈക്ക് പാലക്കാട് എത്തിയപ്പോഴാണ് എൻ്റെ. ഞാൻ ഇടയ്ക്കൊരു അരമണിക്കൂർ വീണ്ടും കിടന്നിറങ്ങി. അതിനപ്പോൾ തൃശ്ശൂരെത്തി. ഇനി ഇവിടുന്നൊരു വാട്ടിൽ 1.5 hours ഒക്കെ ചോദിക്കും.
ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ യാത്ര ചെയ്ത വണ്ടി. ഒട്ടുമിക്കവരും നേരത്തെ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി, എടപ്പള്ളി, കളമശ്ശേരി അങ്ങനെയായിട്ട് ഇറങ്ങി. എൻ്റെ വയറ്റിലായതുകൊണ്ട് ലാസ്റ്റ് സ്റ്റോപ്പാണ്, അതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത്. സോ ഇറ്റ് വാസ് എന്താ പറയുക, നല്ല സ്റ്റേ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. ഞാൻ ഈ ഇവിടെയാണ് ഞാൻ കിടന്നത്. ലൈക്ക് അടിപൊളി സ്പോട്ടാണ്. ലൈക്ക് ഇത് നമ്മുടെ മിഡ് ക്യാബിനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജേർക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. സ്മൂത്തായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. നല്ല ബാക്കിലാണെങ്കിൽ അത്യാവശ്യം ജേർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അത്ര വലിയ സീനൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകും. സോ ഞാൻ ഇപ്പോൾ എന്തായാലും വൈറ്റിലെത്താറായി. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത വണ്ടി. ഇതും ഗ്ലൈഡർ തന്നെയാണ്. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഗ്ലൈഡറാണ്, ഭാരത് ബെൻസിൻ്റെ അല്ല. അങ്ങനെ വൈറ്റില മെട്രോ സ്റ്റേഷനിലെത്തി. ഞാൻ പതിയെ വീട്ടിലോട്ട് പോവാണ്. സോ ഗൈസ്, അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തി. വീട്ടിലെ ചെന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.